അമേരിക്ക സത്യത്തിൽ ലോക പോലീസിങ് കളിക്കുന്നു എന്നുള്ള ആരോപണം നമുക്ക് വളരെ കാലമായി തന്നെ ഉണ്ട്. ട്രംപ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു പരാമർശം വളരെ കൂടുതലായി വന്നു തുടങ്ങി എന്ന് മാത്രം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദിവസം, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 35 മിനിറ്റോളം സമയം ഈ ട്രംപുമായി സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയാണ്. മൂന്നാമത് ഒരു ഇടനിലക്കാരനില്ലാതെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന സൈനിക നടപടി അവസാനിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായി നരേന്ദ്രമോദി ട്രംപിനെ അറിയിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു മാധ്യമ സമ്മേളനത്തിൽ വാർത്താലേഖകരോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ അവസാനിപ്പിച്ചത് എന്നുള്ള തരത്തിൽ. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് കോൺഗ്രസ്സുകാർ BJPക്കെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്നാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ നിർത്തു നരേന്ദ്ര എന്ന് ട്രംപ് പറഞ്ഞു, അങ്ങനെ വെടിനിർത്തൽ ഇവിടെ നടപ്പിലാക്കി എന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ പുതിയ സമീപനങ്ങൾ. ഇത് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ ആക്രമണത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക നിൽക്കുന്നതിൻ്റെ കാരണവും. അതായത് അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിന് ഒപ്പം ചേർന്നിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്ക എല്ലാ കാലങ്ങളിലും ആണവായുധങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ഇറാഖിനെതിരായി അമേരിക്ക ആക്രമണം നടത്തിയ സമയത്തും അന്നുണ്ടായിരുന്നത് ഈ പറയുന്ന ആണവായുധങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കണം: ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അനാവശ്യമായ ഇടപെടലാണ്. ഇസ്രായേൽ ലോകരാജ്യങ്ങൾക്കും ഇപ്പോൾ പലസ്തീന് എതിരെ നടത്തുന്ന അക്രമം നമുക്കറിയാം. പലസ്തീനെതിരായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഇസ്രായേലാണ്. ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്കും പശ്ചിമേഷ്യയെ മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് നയിക്കാൻ പോകുന്ന തരത്തിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ശരിക്കും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനൊപ്പം അമേരിക്ക നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്ക മറക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ അമേരിക്ക പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യയിൽ അടക്കം ഏകദേശം 50,000-ലധികം മരണമായിരിക്കും ഈ സൈനികരുടെ ഉണ്ടാകുക. കാര്യം ഇറാൻ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു രാഷ്ട്രമൊന്നുമല്ല. ഇറാൻ്റെ കയ്യിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈൽ കൊണ്ട് ഒറ്റ അടി അടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം അതൊരു ടെസ്റ്റ് സാമ്പിൾ മാത്രമാണ് അമേരിക്കയ്ക്കാണെങ്കിലും ഈ പറയുന്ന ഇസ്രായേലിനാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിരവധിയായ ക്രൂയിസ് മിസൈലുകൾ അടങ്ങുന്ന ഒരു വലിയ ആയുധ ശേഖരം തന്നെ സത്യത്തിൽ ഈ പറയുന്ന ഇറാൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം അറബ് നാടുകൾ എല്ലാവരും ഇപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും. അമേരിക്ക ഇറാൻ്റെ പിന്നിൽ കൈയെടുക്കുമ്പോൾ സത്യത്തിൽ റഷ്യ ആർക്കൊപ്പം നിൽക്കും? റഷ്യയും ചൈനയും കൂടി അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുമ്പോൾ റഷ്യയും ചൈനയും കൂടി നേരെ വന്ന് ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഈ പറയുന്ന അറബ് നാടുകൾ കൂടി ഇതിനകത്തേക്ക് ചേരുമ്പോൾ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നത് വിദൂരമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അമേരിക്ക ചെയ്യുന്ന അങ്ങനെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക ചെയ്യാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു നീക്കം ശരിക്കും പറഞ്ഞാൽ അതൊരു ആത്മഹത്യാപരമായ നീക്കമാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഇറാൻ്റെ നേരത്തെ നമ്മൾ ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് സൂചിപ്പിച്ചു. ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ നിരന്തരം ഇറാൻ ഉപയോഗിച്ചു തുടങ്ങുമ്പോഴുള്ള ഗതിയൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അമേരിക്കക്കെതിരായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമേരിക്ക എങ്ങനെ പ്രതിരോധിക്കും? അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും അവരുടെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ശേഷിയുള്ള, ഏകദേശം നമ്മൾ അറിയാവുന്ന പോലെ അവരുടെ ഏറ്റവും വലിയൊരു മിസൈലുണ്ട്, ഏകദേശം ഫത്ത എന്നാണ് അതിൻ്റെ പേര്. 1400 കിലോമീറ്റർ ദൂരപരിധി ലഭിക്കുന്ന ഒരു മിസൈലാണത്. ക്രൂയിസ് മിസൈലാണ്. 1400 കിലോമീറ്ററോളം ദൂരപരിധി ലഭിക്കുന്ന ഒരു മിസൈലുണ്ട്. ഇത് വെച്ചൊരു അടി അടിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, പ്രതിരോധിക്കാൻ കഴിയില്ല. ഏത് രാഷ്ട്രത്തിൻ്റെയും അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ അവരുടെ പക്കലുണ്ട്. ഏകദേശം 20-ലധികം തരം മിസൈലുകളാണ് അവരുടെ കയ്യിൽ ഉള്ളത്. അപ്പം ഇതിനെയൊക്കെ എങ്ങനെ, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് അവരുടെ കയ്യിൽ, ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതോടൊപ്പം തന്നെ അവർ ആലോചിച്ച് നോക്കുക, ഏകദേശം 80 മീറ്ററോളം താഴ്ചയിൽ നിലനിൽക്കുന്ന ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ട് ഇറാൻ്റെ കയ്യിൽ. അതിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ് ശരിക്കും ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർവ്വതത്തിൻ്റെ അടിയിലാണ്, ഒരു മലയുടെ അടിയിലാണ് 80 അടിയോളം താഴ്ചയിൽ. അവർ 2000 മുതൽ തന്നെ ഇതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ ഇതിന് തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നമ്മളൊന്ന് ആലോചിക്കുക, പലസ്തീൻ എന്ത് ചെയ്തിട്ടാണ് ഇസ്രായേൽ പലസ്തീനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ പറയുന്നത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക, ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നടത്തിയ യുദ്ധങ്ങളിൽ എത്രയും അധികം ആളുകളാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ തെക്കൻ ഖാൻ മുനീസിൽ നടത്തിയ ഒരു ആക്രമണം ഉണ്ടല്ലോ പലസ്തീനിൽ. അവിടെ ഭക്ഷണവും മരുന്നും കാത്തു നിന്ന ജനങ്ങളുടെ മേലേക്ക് കൊണ്ടുവന്ന് അക്രമം നടത്തി. എത്ര പേര് കൊല്ലപ്പെട്ടു? ഒന്ന് ആലോചിച്ച് നോക്കൂ. 89 പലസ്തീനികളാണ് ആ ഒരു അക്രമത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പം തങ്ങൾ ഇവിടുത്തെ ഒരു വലിയ ശക്തിയായി മാറാൻ ശ്രമിക്കുകയാണെന്നും ഞങ്ങളാണ് ഇതിനെയെല്ലാം അടക്കി ഭരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറു രാഷ്ട്രത്തിനുണ്ടായി തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് അവരങ്ങനെ ആ ഒരു തരത്തിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പിന്നിൽ അമേരിക്കയുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ്. ആ ഒരൊറ്റ ചിന്താഗതി കൊണ്ടാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഈ പറയുന്ന ഇറാന് എതിരെ അക്രമം നടത്തുന്നു. അങ്ങനെ ഒരു അക്രമം നടത്തി കഴിയുമ്പോൾ അമേരിക്ക കൂടി അതിനോടൊപ്പം ചേരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇറാനെതിരായ അക്രമം നടത്തിയപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ അമേരിക്ക ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇവരുടെ 10,000-കണക്കിന് സൈനികർ കൊല്ലപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ വിമാനവാഹിനി കപ്പൽ കടലിൽ മുക്കാൻ ശേഷിയുള്ള അത്രയും കപ്പാസിറ്റിയുള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പം ഇങ്ങനെയെല്ലാം ഈ പറയുന്ന ഒരു പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചൈനയും റഷ്യയും കൂടി ഇവർക്കൊപ്പം ചേരുകയും ചെയ്യും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. റഷ്യ തന്ന കുറേ ഉപകരണങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്, ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ഇറാനും ആയുധം നിർമ്മിച്ച് നൽകുന്നത് റഷ്യ ആണെന്നേ. അപ്പോൾ ആയുധങ്ങളുടെ കപ്പാസിറ്റിയും അല്ലെങ്കിൽ ആയുധങ്ങളുടെ ആ പ്രവർത്തന വേഗതയും അതുമല്ലെങ്കിൽ ആയുധങ്ങളുടെ കഴിവും നമ്മളിന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ശക്തമായി ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ കഴിയും? നമുക്ക് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. അത്രയേറെ കരുത്തുള്ള ആയുധങ്ങൾ അവരുടെ പക്കലുണ്ട്. അതോടൊപ്പം ഇവരുടെ ഈ പറയുന്ന ആയുധശേഖരം, വലിയ തോതിലുള്ള ആണവ ആയുധശേഖരം ഇവരുടെ പക്കലുണ്ട്. ഇതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല. തന്നെയുമല്ല, ഒരു പേർഷ്യൻ ജനതയുടേതായ ഒരു ഉറച്ച ഒരു പോരാട്ട വീര്യവും അവരുടെ ഉള്ളിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പറയുന്ന ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധന ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാര ബന്ധങ്ങൾ അവസാനിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ലോകരാഷ്ട്രങ്ങൾ സ്തംഭിക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ ആ തരത്തിലേക്ക് വരെ യുദ്ധത്തെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിനുള്ള ശ്രമമാണ് അമേരിക്കയും നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഇസ്രായേൽ ഇറാനെ തകർക്കണം. ഇറാനെ തകർക്കുമ്പോഴുള്ള പ്രശ്നം ഈ ലോകരാജ്യങ്ങളിൽ ഇരിക്കുന്ന, ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിൽക്കുന്ന ഇവരുടെ അമേരിക്കൻ സൈനികർക്കെല്ലാം അതൊരു ദോഷമായി മാറും. അവർക്കെല്ലാം നേരിടേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഇവിടെ ആക്രമിക്കുകയാണെന്ന് കരുതുക. ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മല അല്ലെങ്കിൽ പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അതായത് പ്രകൃതി തന്നെ ആ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് ഒരു കവചം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ കവചത്തിനകത്തേക്ക് വന്ന് വീഴുന്ന അല്ലെങ്കിൽ അവിടേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇവരുടെ അമേരിക്കക്കാരുടെ ഒരു മരുപ്പറമ്പായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ പിന്നെ തന്നെയുമല്ല, ഇപ്പം തന്നെ അമേരിക്കക്കെതിരായി അവരുടെ തന്നെ ട്രംപിൻ്റെ പാർട്ടിക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളും എതിരാണ് ഈ പറയുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥയും നേരിടേണ്ടി വരും. തന്നെയുമല്ല, ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ പറഞ്ഞ ജനവികാരത്തെ എതിർക്കുന്ന ഒരു രാഷ്ട്രത്തലവന്മാരുള്ളപ്പോൾ സ്വാഭാവികമായി അവിടെ സിവിലിയന്മാരുണ്ടാവും. ഒരു ആഭ്യന്തര കലാപത്തിന് അവിടെ തിരിതെളിയും. അപ്പോൾ അത്തരത്തിലുള്ള നിരവധിയായ പ്രതിസന്ധികളാണ് സത്യത്തിൽ ഈ ഇസ്രായേലിൻ്റെ ഈ തെമ്മാടിത്തരത്തിന് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തെമ്മാടിത്തരത്തിന് ശേഷം ഈ ലോകരാജ്യത്ത് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് തന്നെ പോകേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ചടിക്കും. ഇറാൻ തിരിച്ചടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ 1-2 ദിവസം കൊണ്ട് അവർ ഇല്ലാതെയാക്കും. കാരണം ഒരു ബങ്കർ രാജ്യം എന്ന് പറയുന്നൊരു അഹങ്കാരമാണ് ശരിക്കും ഇസ്രായേലിനുള്ളത്. അതൊന്നും ഇവിടെ വില പോകത്തില്ല. കാര്യം അത്രത്തോളം ശക്തിമത്തായ ഇപ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ പോലുള്ള അത്യന്താധുനിക ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് വെച്ചൊരു തിരിച്ചടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഇറാൻ്റെ ശക്തമായ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിച്ചിരിക്കാൻ കഴിയില്ല. പലസ്തീനികളെ പോലെ അവർ ഈ പറയുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ അവിടെ ഗോതമ്പ് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുറേയധികം സാധാരണക്കാർ അവിടേക്ക് എത്തുന്നത്. അവരുടെ നേരെ ഡ്രോൺ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിയുമോ? നിഷ്കളങ്കരായി അവർ ആഹാരവും മരുന്നിനും വേണ്ടി എത്തിപ്പെട്ട കുറച്ചധികം ആൾക്കാരുടെ നേരെയാണ് ഈ അഹങ്കാരം കാണിച്ചത്. ഒരു കുരുതിക്കളമാക്കുന്ന ഒരു സമീപനം ഇതാണ് ഇസ്രായേൽ നടത്തിപ്പോരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെതിരെ ഒരു ലോകരാജ്യങ്ങൾ ഇതിനെതിരായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എന്താ, ഈ ഒരു അമേരിക്ക കൂടി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇവിടെ ശക്തമായ രീതിയിൽ ഒരു വലിയ ഒരു 3-ാം ലോക മഹായുദ്ധം എന്നുള്ള തരത്തിലേക്ക് മാറും. അത് ഈ ലോകത്തെ ആകെ പ്രതിസന്ധിയിലേക്ക് ആക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.